CPIഎമ്മിന്റെ തിരഞ്ഞെടുപ്പ് അജണ്ടയിൽ സമസ്ത പണ്ഡിതന്മാർ വീഴുന്നത് എന്തിനെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യം. സമസ്തയുടെ മുൻകാല നേതാക്കളോ സമ്മേളനങ്ങളോ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മതരാഷ്ട്ര ആരോപണം ഉന്നയിച്ചിട്ടില്ല. അസ്തിത്വ ഭീഷണി നേരിടുന്ന CPIഎമ്മിന്റെ ഗീബൽസിയൻ തന്ത്രമാണ് മതരാഷ്ട്രവാദ ആരോപണമെന്നും പ്രബോധന മാഗസിനിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അജി, എന്തൊക്കെയാണ് ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ? ഡോക്ടർ ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലായി സമസ്തയുടെ രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലും EK വിഭാഗത്തിന്റെയും ഒപ്പം തന്നെ AP വിഭാഗത്തിന്റെയും സമ്മേളനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി തന്നെയായിരുന്നു വിമർശിച്ചത്. അത് മാത്രമല്ല, CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയിലെ അടക്കം ജമാഅത്തെ ഇസ്ലാമിക്ക് രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അവരുടെ ഒരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പരസ്യമായി പുറത്തു വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധന മാഗസിനിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശമുള്ളത്. അതായത് CPIഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയിൽ സമസ്ത പണ്ഡിതന്മാർ വീഴുന്നത് എന്തിനെന്നാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സമസ്തയുടെ മുൻകാല നേതാക്കളോ സമ്മേളനങ്ങളോ ജമാഅത്തിനെതിരെ ഇത്തരം ഒരു മതരാഷ്ട്ര ആരോപണം ഉന്നയിച്ചിട്ടില്ല. അസ്വസ്ഥ ഭീഷണി നേരിടുന്ന CPIഎമ്മിന്റെ ഗീബൽസിയൻ തന്ത്രമാണ് ഈ മതരാഷ്ട്രവാദ ആരോപണമെന്നാണ് ലേഖനത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപന ദിനം മുതൽ ചരിത്രത്തിൽ എവിടെയും രാഷ്ട്രവാദം ഉയർത്തുകയോ അതിനുവേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നാണ് അവർ പ്രധാനമായും ഇതിൽ വാദിക്കുന്നത്. പച്ചക്കള്ളം ആവർത്തിക്കുന്ന MV ഗോവിന്ദനെ പോലുള്ളവർക്ക് വേണ്ടി പ്രമേയം തയ്യാറാക്കിയവർ ജമാഅത്തിന് അനുകൂലമായ കോടതി വിധികൾ നോക്കുന്നില്ല എന്നും ഈ ലേഖനത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, CPIഎം ശരീഅത്ത് വിവാദം കൊണ്ടുവന്നപ്പോൾ എന്താണ് ശരീഅത്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും പഠിപ്പിക്കുവാനും മുന്നിൽ ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ലേഖനം പറയുന്നു. അന്ന് സമസ്തയും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ളവർ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമായിരുന്നു. ശരീഅത്ത് വിവാദം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അന്ന് EMS പറഞ്ഞത് താൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നായിരുന്നു. CPIഎം ഇത്തവണയും തോൽക്കുമ്പോൾ അതുപോലൊരു കരണം മറിച്ചിൽ പറയുമെന്നാണ് ഈ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. തീവ്രവാദം കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയും കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസ്താവന പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം പ്രധാനമായും അവസാനിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.